കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഒരു കാര്യം പറയട്ടെ, കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ കരയാമെന്നേ ഉള്ളൂ. നമ്മൾ ഓർക്കും മറ്റുള്ളവർ എല്ലാം വന്ന് സ്നേഹിച്ച് നമ്മളെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് ഇരുത്തുമെന്ന് ഓർത്തുണ്ട്. നമ്മളെ ജീവിതത്തിൽ എന്തോരം പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ മനുഷ്യരല്ലേ. എത്രയോ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ഓർത്തോർത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ വല്ല പ്രയോജനവും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എവിടെയെങ്കിലും നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ അതിനൊക്കെ? ഇല്ലെന്നേ, ഒരിക്കൽ പോലും നമുക്ക് കിട്ടില്ല. നമുക്ക് കൂടുതൽ ഡിപ്രഷനിലേക്കും കൂടുതൽ വിഷമത്തിലേക്കും കൂടുതൽ സങ്കടത്തിലേക്കും ഹൈപ്പർ ടെൻഷനിലേക്കും ഒക്കെ പോയി മാറാമെന്നേ ഉള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യുക, ഇതിനെയൊക്കെ അങ്ങ് വിട്ടേക്കുക. പോയത് പോട്ടെ, അല്ലെങ്കിൽ വന്നത് അതുമാത്രം ചിന്തിക്കുക. നമ്മളിലുള്ളത് മതി. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അത് മാത്രം മതിയെന്നേ. അല്ലാണ്ട് ഇതോർത്ത് കരഞ്ഞിരുന്നിട്ടുണ്ടല്ലോ ഒരു പ്രയോജനവും ഇല്ല. ചുമ്മാതെയുള്ള ചിന്തകളെ നമ്മൾ കാട് കയറി ചിന്തിച്ച് പോയിട്ടും ഒരു പ്രയോജനമില്ല. ആ ചിന്തകൾ കൊണ്ട് നമുക്ക് വേറെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ചുമ്മാ കരഞ്ഞിരുന്ന് സമയം കളയാതിരിക്കുക. ഒത്തിരി കരഞ്ഞില്ലേ, ഇനി കരച്ചിൽ നിർത്തുക. ഇനി നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതല്ലേ വേണ്ടത്.